ആഘോഷ രാവിലേക്ക് മിഴി തുറക്കാൻ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ 30th എഡിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഡിസംബർ 6 തന്നെ. ഗ്ലോബൽ വില്ലേജിലെ രുചിവിശേഷങ്ങൾ നമുക്കറിയാം GCC 24 ലൈവിലൂടെ. നമ്മൾ കണ്ടില്ലേ, ഇതിവിടെ ഒരു ടേക്ക് ബാവോ എന്നൊരു ട്രക്ക് കണ്ടിട്ടുണ്ട്. നമുക്ക് അവിടുന്ന് കുറച്ച് ഫുഡ് വിശേഷങ്ങൾ എന്തൊക്കെയുള്ളതെന്ന് അറിയാം. കുറെ ഐറ്റംസ് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ചോദിച്ചു നോക്കിയാലോ. Vietnam food, Korean, China, Japan, sushi also. വിയറ്റ്നാമി ഡിഷ് റൈറ്റ്? ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ക്രിസ്പി കൊറിയൻ ഒരു ഡിഷാണ്. വിയറ്റ്നാമി ഫുഡ് ഐറ്റംസ് ഒത്തിരി ഇവിടെ പോകുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കൻ ഒന്നും ഇഷ്ടമല്ല എങ്കിൽ നെക്സ്റ്റ് മഷ്റൂം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. റിയലി ടേസ്റ്റി. അങ്ങനെ നമ്മൾ സ്പെഷ്യൽ ഡിഷസ് ഒക്കെ തപ്പി ഇപ്പോ അൽ മഷൂവിൽ എത്തിയേക്കുന്നത്. ഫ്രൈഡ് ഫിഷ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മസാല ഫ്രൈഡ് പ്രോൺസും പിന്നെ ഫ്രൈഡ് ലോക്കൽ ഫിഷും ആണ്. ഇത് ശരിക്കും ഇന്ത്യൻ അറബിക് ക്യൂസിൻ ആണ്. അപ്പൊ ഇവിടുത്തെ ഈ ഗ്രേവി, ഇതിൽ വരുന്ന ഗ്രേവി എന്ന് പറഞ്ഞാൽ ഇന്ത്യനും അതുപോലെ മറ്റു ഡിഷസ് ഒക്കെ കുക്ക് ചെയ്യുന്നവര് അറബിക് സ്റ്റൈലിലുമാണ്. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നറിയാം. അപ്പൊ ഈ അടിപൊളി ഡിഷ് നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. താങ്ക് യു. ഇദ്ദേഹമാണ് നമ്മളെ ഇവിടെ എത്തിച്ചത്. ഓക്കെ, പ്രോൺസ് എടുത്തിട്ട് ഗ്രേവിയിൽ ഇങ്ങനെ മുക്കി റൈസും ചേർത്ത്. പ്രോൺസ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഗ്രേവി നല്ല രസമുണ്ട്. ഇത് നന്നായിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ. Gravy is actually like proper Indian style. Yeah. Proper Indian. Yes. Thank you very much. Thank you. ഇങ്ങനെ ഒരു ഷോപ്പിൽ നിന്നും ഇങ്ങനെ ഒരു കറി പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ പോലെ നമ്മള് ശരിക്കും ഒരു മിനിറ്റ് കൊണ്ട് കേരളത്തിലെത്തി അല്ലേ? Here we go. Yes. Enjoy. Wow. This is actually Arabic sweet. Arabic sweet? Karabi. What's the name? Karabi halab. Karabi halab. കഴിക്കാം. നല്ല ചൂടും രണ്ട് ബൈറ്റിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ തോന്നില്ല. നല്ല രസമുണ്ട്. ഓവർ മധുരം അല്ലാന്നാട്ടോ ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ പുതിയൊരു ഡിഷ് ഇതാ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. തമ്പിലി. ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണെന്ന് തോന്നുന്നു. എന്താണ് ഇവിടുത്തെ വെറൈറ്റി ഐറ്റംസ് ഉള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം അല്ലെ? നമുക്ക് ചെറുതായിട്ടൊന്ന് പാളി പോയിട്ടോ. ഇത് ഇന്ത്യൻ അല്ല, ശ്രീലങ്കൻ ക്യൂസിൻ ആണ്. നമുക്ക് നോക്കാം എന്താ സംഭവം. Okay. Thank you so much. Enjoy, sir. താങ്ക് യു. തമ്പിലി. നമ്മളെ ഷോപ്പിന്റെ പേര് തമ്പിലി എന്നാണ്. എന്താണെന്നറിയാം തമ്പിലിയുടെ അർത്ഥം? അത് ശ്രീലങ്കൻ നെയിം ആണ്. അതിന്റെ അർത്ഥം കരിക്ക് വെള്ളം, നമ്മുടെ നാട്ടിൽ പറയുന്ന ഇളനീരെന്നാണ്. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇത് പൈനാപ്പിൾ ഓറഞ്ച് ആണ്. ശരിക്കും ഇതിനകത്ത് 3 ഇൻഗ്രീഡിയൻസ് ഉള്ളത് അല്ലേ? കോക്കനട്ട് ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, പിന്നെ ഓറഞ്ചും ഉണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോ. ലെറ്റ്സ് ട്രൈ. നല്ല തണുപ്പ്, എല്ലാം കൂടെ ഒരു മിക്സ് ആണ്. അത് കഴിച്ചു നോക്കിയാലേ അറിയുള്ളൂ. എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് കൂടെ ഒന്ന് കൊടുത്തു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. Bosnia. So the Bosnian house, hot surface do not touch. യെസ്, അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഐറ്റം കയ്യിൽ എത്തിപ്പോയി. ബോസ്നിയൻ പ്ലിയാസ്ക. ഇത് എങ്ങനെയുണ്ടെന്ന് അറിയാല്ലേ? പൊതിയ ഇരിക്കട്ടെ. നല്ല ചൂട് കേട്ടോ. ഈ ബ്രെഡിനകത്ത് അവരിങ്ങനെ ചിക്കൻ, ബീഫ് കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു. ട്രൈ ചെയ്തല്ലേ? ജസ്റ്റ് ഒരു ബൈറ്റ് എടുക്കാം. റെഡി? അർജുൻ കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ട്. ഇതൊക്കെ കഴിച്ചതിന് ഇഷ്ടമായത് ഇതാണ്. നല്ല ഫ്രഷ് സാധനം തോന്നുന്നു. നല്ല മീറ്റ്. ചിക്കനും അതുപോലെ ബീഫും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു നല്ല സോഫ്റ്റ് ബ്രെഡ്. അവർ വളരെ സത്യസന്ധമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് കുക്ക് ചെയ്യുന്നത് നമ്മൾ നന്നായിട്ട് കണ്ടു കഴിഞ്ഞു. അതുപോലെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. എന്തായാലും കഴിച്ചിട്ട് അർജുന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു, അതുപോലെ ഫാത്തിമയ്ക്കും. പാകിസ്ഥാൻ. ഓക്കെ. സോ നമ്മൾ അന്വേഷിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വൈറൽ സ്പൈറൽ പൊട്ടറ്റോ കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. മിസ്റ്റർ സ്പൈറൽ. സോ സ്പൈറൽ പൊട്ടറ്റോ ഈസ് റെഡി. നമുക്കൊന്ന് ട്രൈ ചെയ്യാം അല്ലെ? ഇത് കഴിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു വെച്ചാൽ നല്ല തണുപ്പുണ്ട്. പിന്നെ DSF വരുന്ന എല്ലാവരുടെയും ഫോട്ടോസിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും നമ്മൾ ഈ സ്പൈറൽ പൊട്ടറ്റോ കാണുന്നതാണ്. പക്ഷേ ഒരുപാട് ഷോപ്സ് ഉണ്ട് സ്പൈറൽ പൊട്ടറ്റോ കഴിക്കാനായിട്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ഈ സോസിന്റെ ഒരു പുളിയും സോൾട്ടി ടേസ്റ്റും ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. നമ്മളിത് എന്തായാലും വാങ്ങിയത് മിസ്റ്റർ സ്പൈറലിൽ നിന്നാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണേ സ്പൈറൽ പൊട്ടറ്റോ. നമ്മളിപ്പോൾ റെയിൽവേ മാർക്കറ്റിലുള്ളത്. ഇത് ശരിക്കും ഒമാൻ ചൈന പവലിയൻ്റെ ഒക്കെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഞങ്ങളിവിടെ വന്നതെന്ന് വെച്ചാൽ ഒരുപാട് നമ്മൾ
വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു ഐറ്റത്തിന് വേണ്ടിയാണ്, ഫ്ലഫ്ഡ് സ്ട്രോബെറിക്ക് വേണ്ടിയാണ്. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫ്ലഫ്ഡ് സ്ട്രോബെറി. പ്ലീസ്. സ്ട്രോബെറി ഈസ് റെഡി. ഇത് ഉണ്ടാക്കുന്ന കണ്ടപ്പോ തന്നെ കൊതി വന്നിട്ട് വയ്യ. ഞാൻ ശരിക്കും പറഞ്ഞ ഈ സ്വീറ്റിന്റെ ആളാണ്. എനിക്ക് കൂടുതൽ ചിക്കൻ മീറ്റ് വിഭവങ്ങളെക്കാൾ ഉപരി എനിക്ക് ഈ ഫ്ലഫ്ഡ് ഇങ്ങനത്തെ ഐറ്റംസിനോട് ഏറ്റവും ഇഷ്ടം. ഇത് കാണുമ്പോൾ തന്നെ കൊതി വരും. അങ്ങനെ ക്രീം ഭയങ്കര തണുത്തിട്ടാണ്. പിന്നെ സ്ട്രോബെറിയുടെ ടേസ്റ്റും അതൊക്കെ ഫ്രഷാണ്. പിന്നെ ഈ ഫില്ലിങ്, ഈ സാധനം ഈ ഫ്രണ്ടിൽ ഇരിക്കുന്നത് ഭയങ്കര ക്രഞ്ചി ആയിട്ടുണ്ട്. ഒരു ബൈറ്റോടെ എടുത്തിട്ട് മാത്രമേ ഞാൻ ഫ്രണ്ട്സിന് കൊടുക്കൂ. മീൻസ് ഒന്നാമത്തെ കാര്യം ഈ ക്രീമിൽ മുക്കിയിട്ടുള്ള സ്ട്രോബെറി സൂപ്പർ. ഫ്ലഫ് ബൈ ദ ഗുഡ് മൂൺ. ഒന്നും പറയാനില്ല. ഇത് കണ്ടിട്ട് ഞങ്ങൾ വെറുതെ പൊക്കി പറയുന്നില്ല, വന്ന് കണ്ട് ടേസ്റ്റ് ചെയ്യാൻ. അങ്ങനെയായിരുന്നു. ഈ ക്രീമാണുള്ളതാ, ഇത് ഭയങ്കര ഫ്ലേക്കി ആണ്. പിന്നെ അതിന്റെ പല ഫ്രഷ് സ്ട്രോബെറി. കറക്റ്റ്. നമ്മള് ക്രോഫിൽ ആൻഡ് ക്രൂൺ എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് വന്നേക്കുന്നത്. ഇവിടെ പിസ്താഷ്യോ, ഐസ്ക്രീം, അതുപോലെ അതിന്റെയൊക്കെ ടോപ്പിംഗ്സ് മാത്രമാണ് ഇത് വരുന്നത്. ഇതൊക്കെ ഞാൻ സത്യത്തിൽ ലാസ്റ്റ് കണ്ടത് ഫെസ്റ്റിവൽ സിറ്റിയിലായിരുന്നു. അപ്പം എല്ലാം കൂടെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് മിസ്സായി പോയ കുറച്ച് ഐറ്റംസ് ഇവിടെ കണ്ടത്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം നമ്മൾ കാണിച്ചു തരാം. അതായത് ക്രൊസാൻഡ്, നമ്മൾ ക്രൊസാൻഡ് എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ്. ഇതിനകത്ത് വരുന്ന ഫില്ലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുനാഫയുടെ ഫില്ലിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ അതിന്റെ മുകളിൽ ഉള്ളതെല്ലാം പിസ്താഷ്യോയുടെ ക്രീമാണ്. എന്നാലും ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇന്ന് ഇതാണ്. ഡ്രീം കം ട്രൂ. കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഒരു സ്പൂൺ തരാമോ? കുനാഫ, പിസ്താഷ്യോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മസ്റ്റ് ട്രൈ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വേറൊരു കാര്യമുണ്ട്, ഇത്തിരി മധുരം കൂടുതലാണ്. DSF ആര് വന്നാലും തായ് ഫ്രൂട്ട്സിന്റെ ഈ ഷോപ്പ് വിസിറ്റ് ചെയ്യാതെ പോകാറില്ലല്ലോ. അവിടെ എപ്പോഴും എന്നെ അട്രാക്ട് ചെയ്യുന്ന ഒരേ ഒരു സാധനം ഇതാണ്. ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ഞാനൊരു 6 വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ കഴിച്ചതാണ്. അപ്പൊ എനിക്ക് വീണ്ടും ഒരു നൊസ്റ്റാൾജിക് വന്നിട്ടുണ്ട്, നൊസ്റ്റാൾജിക് മൂഡ് വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ചുവന്ന കളറിലെ പേരയ്ക്കാണ്. ഞങ്ങള് പൊട്ടിക്കുകയാണ്. ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇവിടെ വരുന്ന എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് തന്നെയാണ്. എനിവേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മുളക് പൊടിയും ഉപ്പും പിന്നെ ഈ പ്ലം സിറപ്പിൽ മിക്സ് ചെയ്തതായതുകൊണ്ട് തന്നെ ഒരു വേറിട്ട ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ നാട്ടില് മാങ്ങ കഴിക്കുന്ന ഒരു ഫീല് അല്ലേ? I love Korean food. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ കാത്തിരുന്നു. നമ്മളല്ലട്ടോ ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊറിയൻ ഫുഡും കൊറിയൊക്കെ. അങ്ങനെ നമ്മൾ തൊപ്പോക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാളിൽ ഒരു ഷോപ്പിൽ എത്തിയൊക്കെയാണ്. ഇവിടെ കുറെ ഫ്രൈഡ് ചിക്കനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൊറിയൻ ഫുഡിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ തൊപ്പോക്കിയാണ്. ഞാൻ ഒരു തവണ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത് ലൈവായിട്ട് ട്രൈ ചെയ്യാൻ പോവാണ്. തൊപ്പോക്കി ഇപ്പോൾ എല്ലാവർക്കും കൊറിയൻ ഡ്രാമയും കൊറിയനൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് തൊപ്പോക്കി. നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയല്ലോ, ലൈവ് അല്ലേ? ചൂട് തൊപ്പോക്കി ഈസ് റെഡി. തൊപ്പോക്കി മീൻസ് ഇതൊരു റൈസ് കേക്ക് ആണ്. റൈസ് കേക്കിൽ കുറച്ച് ഗ്രേവി ആഡ് ചെയ്യുന്നതാണ്. റൈസ് കേക്ക് ഉണ്ടാക്കിയിട്ട് ശരിക്കും ഈ ഗ്രേവി മിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവർ നേരത്തെ തന്നെ ആക്കി വെച്ചേക്കുന്നതാണ്. എന്തായാലും ഇത് കഴിച്ചിട്ട് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ പറയാം. ഈ സാധനം വെച്ച് കഴിക്കാൻ ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒരു സ്പൂൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് റൈസ് കേക്ക്. നമ്മൾ ഈ ഒരു ഗ്രേവിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇത് ലൈവായിട്ട് കുക്ക് ചെയ്ത് ഇങ്ങനെ കഴിച്ചപ്പം ശരിക്കും കെ ഡ്രാമയിലൊക്കെ കാണുന്ന പോലെ സൂപ്പർ. ഓടരുതേ, നല്ല ഒന്നാമത് ചൂടാ. ഇത് ചൂടോടെ കഴിക്കണം. കൊതി വരും. ചൂടാണ് ഏറ്റവും വലിയ പ്രശ്നം. കാണാൻ എസ്തെറ്റിക് ആണെങ്കിലും ടേസ്റ്റ് ആർക്കും പറയാൻ നല്ല മാങ്ങച്ചാറൊക്കെ മാർക്കറ്റിലെത്തിയേക്കാണ്. നമ്മൾ കാത്തിരുന്ന ഒരു സാധനത്തിന് വേണ്ടി പോവാണ്. വേറൊന്നുമല്ല, നേരെ ഇങ്ങോട്ട് നോക്കാം. നമുക്ക് ഓർഡർ ചെയ്യാം.
പല സ്ഥലങ്ങളിൽ തേടി നടന്ന അവസാനം ഞങ്ങൾക്ക് മാംഗോ സ്റ്റിക്കി റൈസ് വിത്ത് ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. അടിഭാഗത്ത് കുറച്ച് തേങ്ങാപ്പാലാണെന്ന് തോന്നുന്നു. നമുക്ക് ട്രൈ ചെയ്യാം അല്ലേ? മാംഗോ സ്റ്റിക്കി റൈസ് എന്ന് കുറേ സ്ഥലങ്ങളിൽ കേട്ടു കണ്ടു, പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് ഇത് ഭയങ്കര രസമുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് അടിയിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ചൂടാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ചൂടായിട്ടുള്ള സാധനമാണ്, പക്ഷേ ഇതിൽ ഐസ്ക്രീം കൂടെ മിക്സ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഈ ക്രഞ്ചി ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം കൂടെ ആയിട്ടും ഒരു രക്ഷയില്ല. മസ്റ്റ് ട്രൈ. അപ്പൊ ഗൈസ്, ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് ഫുഡിന്റെ കാര്യത്തില്. ഇനി ഇവിടെ കാണാനാണെങ്കിലോ ഇന്നത്തെ ഒരു ദിവസം ഒന്നും പോരാ. ഫുഡിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എത്ര കണ്ടാലും തീരില്ല, എത്ര കഴിച്ചാലും തീരില്ല. ഇനി നിങ്ങളുടെ ഊഴമാണ്. നിങ്ങളും കാണുക, ഇവിടെ വന്ന് എൻജോയ് ചെയ്യുക ഫുഡൊക്കെ. ഇനി ഞങ്ങൾ കഴിച്ച ഫുഡൊക്കെ നിങ്ങളും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾ കാണാത്ത എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഫുഡ് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻജോയ് DSF.